മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആരാധകരെ പോലെ നട്ടലും അതുപോലെ തന്നെ ഇമോഷൻസ് കോച്ചിനോടും പ്ലേയേഴ്സിനോടും ഇല്ലാത്ത ആരാധകരുണ്ടെങ്കിൽ നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പോലൊരു ടീമാകാൻ സാധിക്കും. നമ്മൾ ഉറപ്പായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആരാധകരിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യുവാൻ ഫെറാണ്ടോ എന്ന് പറയുന്നത് അവരെ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ISL ട്രോഫി വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഒരു ലീഗ് സ്റ്റേജ് മാച്ച് 3 കളി തോറ്റപ്പോഴത്തേക്കും അദ്ദേഹത്തെ പുറത്താക്കാൻ ഫാൻസ് തന്നെ പ്രഷർ മാനേജ്മെൻറ്റിന് ഇട്ടു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ വ്യത്യസ്തമാണ്. 3 വർഷമായി ഇവിടെ വന്നിട്ട് ഒരു കിരീടം പോലും ഇല്ല. 5 or 6 ലീഗ്സ് കളിച്ചു, ഡൂറൻ കപ്പ്, സൂപ്പർ കപ്പ്, അതുപോലെ ISL ഉൾപ്പെടെ എല്ലാ ലീഗ്സും കളിച്ചു. എന്നിട്ട് ഒരു കപ്പും ഇല്ലാത്ത ഒരു കോച്ചിനെ ഇപ്പോഴും ഈ ആരാധകർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ആശ ഞങ്ങളെ പൊക്കി പറയും, ഞങ്ങൾ ഒന്നും ഇല്ലാത്തയിടത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ആക്കിയത് ഞങ്ങളുടെ ആശാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നാശാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അതായത് 50 വർഷം കഴിഞ്ഞാലും നമുക്കൊരു ട്രോഫി പോലും ഇല്ലാതാകും. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നട്ടലുണ്ടെന്ന് അവർ കാണിച്ചത് ഒരു വട്ടം മാത്രമാണ്. അതായത് അന്ന് ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചിനോടും പ്ലേയേഴ്സിനോടും പറയുന്നത് ഈ ഒരു ബാഡ്ജിന് വേണ്ടി കളിക്കുക. അതായത് കറക്റ്റ് കാര്യം അവർ നേരിട്ട് പറഞ്ഞു. ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഈ കാണിക്കുന്നത്, പ്ലേയേഴ്സ് ഇത്ര പ്രഷറിൽ കളിക്കുന്നു, ഇഞ്ചുറീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ പ്രഷർ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ആരാധകർ, നമ്മുടെ ആശാനൊന്നും പറയാൻ പാടില്ല, പ്ലേയേഴ്സിനൊന്നും പറയാൻ പാടില്ല, മറ്റേതാണ് മറിച്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിരുന്നു. ഇപ്പോൾ അഡ്രിയാൻ ലുണയെ പോലൊരു പ്ലെയർ മോഹൻ ബഗാൻ ഉണ്ടെങ്കിൽ അതായത് അദ്ദേഹം 3-4 മാച്ച് കളിച്ചില്ലെങ്കിൽ മോഹൻ ബഗാൻ ആരാധകർ പറയുന്നത് പുറത്തേക്ക് പോയിക്കൊള്ളാനാണ്, ഇവിടെ നിൽക്കേണ്ടതെന്നാണ്. സോ ആ ഒരു അപ്രോച്ചല്ല അതായത് നമ്മുടെ ലെജൻഡാണ്, ഞങ്ങൾക്ക് നേരത്തെ ഇത്ര ഗോൾ അടിച്ചു, അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുക, ഞങ്ങളെ കുറേ പൊക്കി പറഞ്ഞു, അതുകൊണ്ട് തന്നെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭയങ്കര ഇമോഷണലി ഇതായിട്ടുള്ള ഫാൻസാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതായത് ഞാനും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസാണ്, പക്ഷേ ഞാൻ അത്ര ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തിയല്ല. ഞാൻ മോഹൻ ബഗാൻ്റെ ആ ഒരു അപ്രോച്ചാണ് എനിക്ക് എപ്പോഴും. സോ നമുക്ക് പ്ലേയേഴ്സിനെ കോച്ചിനെ അവരെ ഒന്ന് ഇമോഷണലി കണക്ട് ചെയ്യേണ്ട ഒരാവശ്യം നമുക്കില്ല. നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന പറയുന്നത് കേരള എന്നൊരു പേരിന് വേണ്ടി മാത്രമാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം മികച്ച രീതിയിൽ കളിക്കണം, അവർ കിരീടം നേടണം, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാതെ പ്ലേയേഴ്സിനെ പൊക്കി പറയുക, അവരെ ഇമോഷണലായിട്ട് ഇതാക്കിയെടുക്കുക, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് കിരീടം മാത്രമാണ് ആവശ്യം. സോ ആ ഒരു ലെവൽ അപ്രോച്ച് എപ്പോഴും ഇനി തൊട്ട് ഫാൻസ് പുലർത്തിയിരിക്കണം. അതായത് അതായത് ഈ 2 മാച്ച് തോറ്റുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയും. ഇപ്പോൾ 2 മാച്ച് വിജയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാച്ച് തോറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും മറ്റേതാ മറിച്ചയാ, ഇവാനാശൻ അങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ പറയും. സോ അങ്ങനെയല്ല, പന്ന കളിയാണെങ്കിൽ പുറത്താക്കാൻ തന്നെ പറയണം. അതിപ്പോൾ എത്ര നല്ല പ്ലെയർ ആണെങ്കിലും അഡ്രിയാൻ ലുണ പന്ന പോലെ കളിച്ചാൽ അദ്ദേഹത്തെയും പുറത്താക്കാൻ പറയണം. സോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കൂട്ടത്തിൽ ഒരു ഫാൻസ് അപ്രോച്ച് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ പറയും അവർക്ക് ഇമോഷണലി കണക്റ്റഡ് അല്ല. സോ അവർ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്നത് അവർ ക്ലബിനോടും അവരുടെ ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിനോടും മാത്രമാണ്, അല്ലാതെ പ്ലേയേഴ്സിനോടും കോച്ചിനോടും ഒന്നുമല്ല. അതാണ് നമ്മൾ കാണിക്കുന്നത്. സോ ISLൻ്റെ ഫസ്റ്റ് ഫേസ് പോയിൻ്റ് ടേബിളിൽ നമ്മൾ 26 പോയിൻറ്റോടെ 1ാം സ്ഥാനത്ത് ഇരിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ അതായത് സെക്കൻഡ് ഫേസിൻ്റെ പകുതിയിൽ കൂടുതൽ കഴിഞ്ഞപ്പോൾ നമ്മൾ വെറും 29 പോയിൻ്റ്, അതായത് 3 പോയിൻ്റ് എക്സ്ട്രാ നേടി 5 or 6 സ്ഥാനത്തിരിക്കുകയാണ്. സോ ഫാൻസ് മുന്നിലേക്ക് വരും, അവർ കൂടുതൽ കാര്യങ്ങൾ പറയും, പുറത്താക്കേണ്ട താരങ്ങളെ പുറത്താക്കാൻ തന്നെ പറയണം. സോ ആ ഒരു അപ്രോച്ച് നമ്മൾ എപ്പോഴും കാണിക്കണം. അല്ലാതെ ഇതുപോലെ ഇമോഷണലി അധികം അറ്റാച്ച് ചെയ്ത് ആരോടും നിൽക്കില്ല. ഇപ്പോൾ ഹോസു എന്നൊക്കെ ഉള്ള പ്ലെയറിനോട് നമ്മൾ എന്തിനാണ് വെറുതെ അറ്റാച്ച് ചെയ്യുക? അദ്ദേഹം എന്നുണ്ട് സ്കൂൾ ടീമിൽ കളിക്കുകയാണ്, ഇപ്പോഴും ആരാധകർ പറയുന്നത് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ്. അതായത് കോളേജ് ലെവൽ ടീമിലൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സിനെ ഇപ്പോഴും എടുത്തുകൊണ്ട് വരാനാണ്. അതായത് ഹോസുവിനെ കാരണം ഇമോഷണലി അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അതായത് ക്ലബിനെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞാൽ അവർ ഭയങ്കര ഇതാണ്. ഇപ്പോൾ പെരേര ഡേസ് അദ്ദേഹം എത്ര നല്ല പ്ലെയറാണ്, അദ്ദേഹം എന്തോ പറഞ്ഞു, സന്ദേശിക്കുക അദ്ദേഹം എന്തോ പറഞ്ഞു, അതിനാണ് ഈ കിടന്ന് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. ഇത് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. സോ അവരുടെ ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ അവർ അതിന് വേണ്ടി കളിക്കത്തുള്ളൂ. നമുക്കെതിരെ അദ്ദേഹം അവർ പലതും പറയും, അവർ നമ്മൾക്കെതിരെ സെലിബ്രേറ്റ് ചെയ്യും. സോ അതിലൊന്നും നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് അവരുടെ ക്ലബ്ബാണ്. സോ ഇമോഷണലി ഇങ്ങനെ അറ്റാച്ച്ഡ് ആകാതിരിക്കുക. സോ അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. മാനേജ്മെൻറ്റിൻ്റെ കറക്റ്റ് കാര്യം പറയുക, പുറത്താക്കണമെന്ന് തന്നെ പറയുക. സോ ഈ ഒരു ഇമോഷണലിയുള്ള അറ്റാച്ച്മെൻറ്റ് ഇതോടുകൂടി മാക്സിമം നിങ്ങളെല്ലാവരും കുറയ്ക്കാൻ നോക്കുക. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്.